മൂകാംബിക ട്രിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പോയതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം കേട്ടോ. ടിക്കറ്റുകളൊക്കെ എന്തായാലും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നവരാത്രി കാലം വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് റൂമൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ആദ്യം ചെയ്യാം. നമുക്ക് 2 ട്രെയിനായിട്ടാണ് യാത്ര ചെയ്യേണ്ടി വരിക. ആദ്യം നമുക്ക് മാംഗ്ലൂരിൽ നിന്ന് ബൈന്ദൂർ റോഡ് മൂകാംബികയ്ക്കും. ഇവിടുത്തെ 2 ട്രെയിനും നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. സ്ലീപ്പർ കോച്ചുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടൊക്കെ പോയിട്ട് വരാം. പിന്നെ ബൈന്ദൂർ റോഡ് മൂകാംബിക എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയും ടാക്സിയും കിട്ടും. അതല്ലാതെ തന്നെ ബസ്സിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് മൂകാംബിക സ്റ്റേഷനിൽ നിന്ന് ഒരു 45 മിനിറ്റ് യാത്രയാണ് നമുക്കുണ്ടാവുക. പിന്നെ റൂം കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്ന് റൂം നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാം. അവിടെ AC റൂമിന് 800 രൂപയും അതുപോലെ നോൺ AC റൂമിന് 400 രൂപ വരെയാണ് വരുന്നത് കേട്ടോ. അതും നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക. സീസൺ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ആ സമയത്ത് റൂം കിട്ടാൻ പ്രയാസമായിരിക്കും. അവിടെ നിന്നൊരു 400 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററോളാണ് നമുക്ക് അമ്പലത്തിലേക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലൊക്കെ ദർശനം എടുത്താൽ അധികം ക്യൂ ഇല്ലാതെ തന്നെ പോയി വരാൻ പറ്റും. ട്രക്കിങ്ങിന് പോകുമ്പോൾ മാസ്ക് എന്തായാലും നിർബന്ധമായിട്ടും കരുതണം. കുട്ടികളുണ്ടെങ്കിൽ സ്നാക്സും അതുപോലെ വാട്ടർ ബോട്ടിൽ എന്തായാലും കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കും ആവശ്യം വരും. അതുപോലെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുക. ഷൂ എന്തായാലും ട്രക്കിങ്ങിന് പോകുമ്പോൾ ഷൂ നിർബന്ധമായിട്ടും ധരിക്കില്ലെങ്കിൽ കാലിനൊക്കെ നല്ല വേദനയായിരിക്കും കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ട്രക്കിങ്ങിന് പോകുമായിരിക്കും നല്ലത്. റിട്ടേൺ ഞങ്ങൾ ഫ്ലൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും നമുക്ക് ട്രെയിനിൽ തന്നെ പോരുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാവുന്നതേ ഉള്ളൂ കേട്ടോ.